ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉമ്മുൽഖൈമിലെ ഒരു കരാട്ട ക്ലബിൻ്റെ മുന്നിലാണ്. ഈ കരാട്ട ക്ലബിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. അതുകൊണ്ട് ആണ് ഈ ഒരു ക്ലബ്ബ് ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും നമ്മൾക്ക് ചെറുപ്പം മുതലേ കളിയാക്കലുകൾ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ കുറ്റ പേരുകൾ വിളിക്കുക. ഇപ്പോൾ ഈ അടുത്ത ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്നായിരുന്നു. പിന്നെ ആരോ കളിയാക്കി വിളിച്ചതാണ് മമ്മൂട്ടി എന്ന്. ഇന്ന് അദ്ദേഹം മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറൊക്കെ ആകുമ്പോൾ ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തിന് ഈ അടുത്ത കാലത്ത് ഫേമസായ വേടൻ്റെ പേര് വേടൻ എന്നല്ല, പക്ഷേ വേടൻ ആരോ കളിയാക്കി വിളിച്ചതാണ് വേടൻ എന്ന്. അതേപോലെ എൻ്റെ നാട്ടിൽ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ഗഫൂറിന് അവന് കരാട്ട പഠിക്കുന്ന കാലത്ത് സുഹൃത്തുക്കളും നാട്ടിലുള്ളവരും മറ്റുള്ളവരൊക്കെ കളിയാക്കി വിളിച്ചിരുന്ന ഒരു പേരാണ് ഉസ് എന്ന് പറഞ്ഞാൽ. ഇന്ന് ആ ഉസ് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമിയുടെ ആ കരാട്ട ക്ലബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് മുതൽ ഒരുപാട് എൻ്റെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ കാണുന്ന പുറത്ത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അബ്ദുൽ ഗഫൂർ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, എൻ്റെ കസിനാണ്. നാട്ടിൽ ഒരുപാട് ആൾക്കാർ വളരെ ചെറുപ്പകാലം മുതൽ കരാട്ട പഠിച്ചിരുന്ന ഒരാളാണ്. അന്ന് ഉസ്സേ എന്ന് വിളിച്ചിട്ട് കളിയാക്കിയിരുന്ന ഈ ഉസ് ഗഫൂർ അവൻ്റെ കരാട്ട അക്കാദമിയാണ് ഉസ് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമി. അപ്പോൾ ആ ബ്ലാക്ക് ബെൽറ്റ് അക്കാദമിയെ കുറിച്ചിട്ടും അതിൻ്റെ പിന്നെ വിശേഷങ്ങളും എന്താണ് ഈ ഉസ് എന്നുള്ള ഈ പേര് ഇവിടെ വരാൻ കാരണം, അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം എന്താണ്, അല്ലെങ്കിൽ അതിനൊരു വികാരം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഗഫൂറിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം. ആക്ച്വലി ഇതിൻ്റെ ഈ ബോർഡ് ആദ്യം റെഡ് ബെൽറ്റ് എന്നായിരുന്നു, റെഡ് ബെൽറ്റ് അക്കാദമി. അതായത് റെഡ് ബെൽറ്റ് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഷാർജയിൽ, മുവൈല, സഫാരി മാൾ, അങ്ങനെ കുറേ ബ്രാഞ്ചുകളുണ്ട്. അവരുടെ ഒരു സഹോദര സ്ഥാപനം കൂടിയാണിത്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അവരുടെ ഇതിലെ CTO ഒക്കെയാണ് അവരുടെ കോച്ചുമാരുടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിലൊക്കെ ഗഫൂർ പറയും. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ അറിയാൻ ഈ ക്ലബിലേക്ക് പോവാം. ഓക്കെ, ബൈ. ഗഫൂർ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കസിനാണ്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. വളരെ ചെറുപ്പം മുതലേ, ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്താണ്. അപ്പോൾ അന്ന് വളരെ ചെറുപ്പത്തിൽ എനിക്കൊന്നും ഒരു 6ാം ക്ലാസ്, 5ാം ക്ലാസ് ആ ടൈമിലൊക്കെ ക്ലാസ്, അതായത് കരാട്ട പഠിച്ചു തുടങ്ങി. അതിൻ്റെ ആ കാലം മുതൽ തുടങ്ങിയിട്ട് ഇന്നും അത് കരാട്ടയായിട്ട് കൊണ്ടു നടക്കുന്ന, കരാട്ട അവൻ്റെ ഒരു ജീവിതമായിട്ട് കൊണ്ടു നടക്കുന്ന കരാട്ട ജീവനുമായി കൊണ്ടു നടക്കാൻ ഏറ്റവും വലിയ കാരണക്കാരൻ എന്ന് പറയുന്നത് എൻ്റെയും ഇവൻ്റെയൊക്കെ ഗുരുനാഥൻ, ഞങ്ങളുടെയൊക്കെ എന്താ പറയുക റെസ്പെക്റ്റഡ് റാങ്കിലിരിക്കുന്ന, ഞങ്ങളുടെ അത്രയും റെസ്പെക്റ്റ് ചെയ്ത് ഞങ്ങളുടെ മനയിൽ ഷിഹാബുദ്ദീൻ, ആളിപ്പോൾ ഖത്തറിലാണ്. ആ ഒരു വലിയ മനുഷ്യനാണ് ഞങ്ങളൊക്കെ, എന്നെയെന്ന് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ വടക്കേക്കാട് ഭാഗത്തുള്ള ഒരുവിധ കരാട്ടക്കാരൊക്കെ കരാട്ടെ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്, അവിടെ ഒത്തിരി മാഷന്മാരുണ്ട്. ഇപ്പോൾ മനോജ് മാഷുണ്ട്, ബോധിധർമ്മ മനോജ് സെൻസായി, അതേപോലെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ വഴി കാണിച്ചു തന്ന ഏറ്റവും വലിയ ഒരു വഴികാട്ടി എന്ന് പറയുന്നത് ഞങ്ങളെ കരാട്ട ഒരു ജീവനായിട്ട് കൊണ്ടു നടക്കാൻ, ജീവിതമായിട്ട് കൊണ്ടു നടക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ജീവനായിട്ട് കൊണ്ടു നടക്കാൻ പഠിപ്പിച്ച ഒരാളാണ് മനയിൽ ഷിഹാബുദ്ദീൻ. ഇപ്പോൾ ഖത്തറിലാണ്. ആളാണ് ഞങ്ങളുടെ അഭിവന്ദ്യനായ ഗുരു. അല്ല, ഈ ഉസ് എന്നുള്ള പേര് കളിയാക്കി എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട്സുകൾ കരാട്ടക്ക് പോകുമ്പോൾ, ഞാൻ കരാട്ട ക്ലാസ് എടുക്കൽ തുടങ്ങിയപ്പോൾ നമ്മൾ ഇങ്ങനെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ സ്റ്റുഡൻസ് നമ്മളെ കാണുമ്പോൾ ഉസ് എന്ന് പറയും. അത് ബഹുമാനിക്കുന്നതാണ്, അത് റെസ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ അത് ഉസ്വരുണ്ട് തുടങ്ങി ഉസ്തടി അങ്ങനെ പറഞ്ഞ് പിന്നെ അതങ്ങനെ ഉസ് എന്ന് പേരായി മാറി. പിന്നെ നാട്ടിലും വീട്ടിലൊക്കെ ഉസ്സല്ലായി. എല്ലാവരും ഇന്ന് അറിയപ്പെടും. അവൻ്റെ നാട്ടിൽ പറ്റും. ഇപ്പോൾ വടക്കേക്കാട് വന്നിട്ട് ഗഫൂർ എന്ന് ചോദിച്ചാൽ അറിയില്ല, ഉസ് ഗഫൂർ എന്ന് ചോദിച്ചാൽ അറിയും. അപ്പൊ ആ ഉസ് ഗഫൂർ ഇന്ന് ഉമ്മുൽഖൈമിൽ വന്നിട്ട് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമി എന്നുള്ള പേരിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഒരു ബോർഡിന്റെ പുറകിലുള്ള കഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് സ്റ്റുഡൻസ് ഫസ്റ്റ് ബാച്ചാണ്. 4 to 5 ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഗോയിങ് ഓൺ. ഇനി 5 to 6, 6 to 7 അങ്ങനെ ഒരു ബാച്ചുകൾ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നാളെ ഫുള്ള് മൗത്തായി MMA
കിക്ക് ബോക്സിങ് ആ ടീമുകളെല്ലാവരും ഉണ്ടാവും. പിന്നെ സൂംബ നമ്മുടെ ലേഡി കോച്ച് ആതിര. ഇവിടെ ഒരു 3.5 വയസ്സ് മുതൽക്ക് അങ്ങോട്ട് ഒരു 18-19 വയസ്സ് വരെയുള്ള കുട്ടികളെല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ അതല്ലാതെ കുറച്ചും കൂടി അഡൽട്ടായ കുറച്ചും കൂടി സീനിയറായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സുകൾ വേറെ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ക്ലാസ് വന്ന് വരുമ്പോൾ നമ്മുടെ ആതിര കോച്ച് സെപ്പറേറ്റ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ലേഡി കോച്ച് ഉണ്ട് അവിടെ. ബ്ലാക്ക് ബെൽറ്റ് അക്കാദമിയിൽ ഗഫൂറിൻ്റെ കൂടെ നിൽക്കുന്ന 2 കോച്ചുമാരാണ്. ആതിര. ആതിര എവിടെ? ഞാൻ തൃശ്ശൂർ. തൃശ്ശൂർ ചേറ്റുവ. ഓക്കെ. ഇതിപ്പോൾ വന്നിട്ട് ഞാനിപ്പോൾ 3 മാസം. 3 മാസം പുതിയ ആളാണ് അല്ലേ? എങ്ങനെയുണ്ട്? നല്ല ക്ലാസ്സാണ്. ആര് നല്ല ക്ലാസ്? സാറിന് നല്ല ക്ലാസ്, പിള്ളേർ നല്ലതാണ് എല്ലാം. ഓക്കെ. എൻ്റെ പേര് ജിതുൻ. ഞാൻ തൃശ്ശൂർ തന്നെയാണ്, ഇരിങ്ങാലക്കുട. അപ്പോൾ സാറിൻ്റെ കൂടെ ഒരു കൊല്ലത്തോളമായി. ഒരു കൊല്ലമായി. ഓക്കെ. ഹോസ് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമിയുടെ അവരുടെ ഓഫീസിലാണുള്ളത്. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസുകൾ കരാട്ടെ, കുംഫു, മൗത്തായി, സൂംബ, ലേഡീസ് ഫിറ്റ്നസ് എല്ലാം ഉണ്ട്. നമുക്ക് ലേഡീസ് കോച്ച് സെപ്പറേറ്റ് ഉണ്ട്, ജെൻസ് കോച്ചസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ റെഡ് ബെൽറ്റ് അക്കാദമിയിലാണെങ്കിൽ തന്നെ ശരി നമുക്കവിടെ മോർ ദാൻ 30-35 കോച്ചസ് ഉണ്ട്. അതിൻ്റെ CTO ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. റെഡ് ബെൽറ്റ് അക്കാദമിയിൽ CTO ചീഫ് ട്രെയിനിങ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് അവരുടെ സഹോദര സ്ഥാപനം അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ചിനായിട്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്വന്തം ക്ലബ്ബായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതാണ് ഹോസ് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമി. ഇവിടെ ഇപ്പോൾ ഈ കരാട്ടയിൽ ഒരുപാട് സ്റ്റൈലുകളുണ്ടല്ലോ. ഇപ്പോൾ ഗഫൂർ ഫോളോ ചെയ്യുന്നത് നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് JSK ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടല്ലേ, ജപ്പാൻ ഷോട്ടോഗൻ കരാട്ട അസോസിയേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ജപ്പാൻ ബേസ്ഡ് ആണ്. പിന്നെ സീനിയർ കോച്ച് ഞങ്ങളുടെ ഏഷ്യൻ കോച്ച് ഗോപാലകൃഷ്ണൻ സായി എന്ന് പറയും. മുതൽ ഷോട്ടോഗൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ കോച്ച് ശ്യാം മാഷ് ആളും ഷോട്ടോഗനാണ്. പിന്നെ ഞങ്ങൾ ഷോട്ടോഗൻ അസോസിയേഷനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഗോപാലകൃഷ്ണൻ സായി ആണ് ഏഷ്യൻ ചീഫ് എന്ന് പറയുന്നത്. നാട്ടിൽ ഗോപാലകൃഷ്ണൻ സായി ആണ് ഏഷ്യൻ ചീഫ്. ഫീൽഡിൽ ഇറങ്ങുന്ന അതല്ല കാര്യം, അത് നമ്മൾ കണ്ടിന്യൂ കൊണ്ട് നടക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് എങ്ങനെയാണ് ഇതിങ്ങനെ കൊണ്ടു നടന്നത്? ഞാൻ ഈ ഫീൽഡിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ പകുതി വെച്ചിട്ടും തുടക്കത്തിലൊക്കെ അവസാനിപ്പിച്ച ആൾക്കാരാണ്. പക്ഷെ ഇത്രയും വർഷം കൊണ്ട് നടന്ന് ഇങ്ങനൊരു സ്ഥാപനത്തിൻ്റെ ഒരു എന്താ പറയുക അമരക്കാരായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് കഷ്ടപ്പെടും. അത് ഞാൻ മാത്രമല്ല, എൻ്റെ പോലെ ഈ ഒരു കരാട്ടെ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടും ഒരുപാട് കാര്യങ്ങൾ മറികടന്നിട്ടൊക്കെ ആയിരിക്കും അതുവരെ എത്തിയിട്ട്. അത് മാർഷൽ ആർട്സ് സംബന്ധമായിട്ടോ അതല്ലെങ്കിൽ ഫിസിക്കൽ സംബന്ധമായിട്ടുള്ള ഫീൽഡിലുള്ളവരാരാണ്. ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാവും. ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ നന്നായിട്ട് ഓടുന്നവർ, അത്ലറ്റ്സ്, അതുപോലെ നല്ല കളിക്കാർ, അവർക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നെ അവർ തരണം ചെയ്തിട്ടായിരിക്കും വന്നിട്ട് നിൽക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇവിടുത്തെ ക്ലബിൻ്റെ നമ്മുടെ ബ്രാഞ്ച് റെഡ് ബെൽറ്റ്, അവിടെയും കുറേ കോച്ചുമാരുണ്ട്. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ അവിടുത്തെ മാഷന്മാർ മുജീബ് സാറും ഷൗക്കത്ത് സാറ് അവരൊക്കെ കുംഫുവിൻ്റെ മാഷന്മാരാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് കോച്ചസാണ്. അവർ ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ 1500 കുട്ടികളോടൊപ്പമുണ്ട്. അവർ ചൈനയിലൊക്കെ പോയിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണ്. ഗഫൂറിനിപ്പോൾ എന്തൊരു അംഗീകാരം കിട്ടുമെന്ന് പറഞ്ഞു? അത് ഇപ്പോൾ അതായത് JSKയുടെ ഇപ്പോൾ എനിക്ക് ഗോൾഡൻ വിസ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ കരാട്ടയിൽ ബന്ധമുള്ള ആൾക്കാർക്ക് അറിയില്ല, ഇല്ലാത്ത ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതായത് JSK എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം കുറച്ച് എല്ലായിടത്തും വേൾഡ് വൈഡ് അറിയപ്പെടുന്നൊരു സംഭവമാണ് JSK. അപ്പോൾ ഞാൻ ഷോട്ടോഗൻ കരാട്ട അസോസിയേഷൻ. പിന്നെ കരാട്ടെ ആയിട്ട് നടന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നതാണ് ഇമാറാത്ത്, UAE ഷെയ്ഖ്സ്, ഓൾ ഷെയ്ഖുമാർക്കും അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന രാജ്യത്തിന് നമ്മൾ ഒരുപാട് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഈ ഒരു കരാട്ടയായിട്ട് നടന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് UAE ഗോൾഡൻ വിസ കിട്ടി, 10 വർഷത്തെ ഗോൾഡൻ വിസ മുമ്പ്. അപ്പോൾ അതൊക്കെ ഇതുകൊണ്ടുണ്ടായ, അപ്പോൾ സാറ് പറഞ്ഞ പോലെ നീ പറഞ്ഞ പോലെ നമ്മൾ ആ ബുദ്ധിമുട്ടിൽ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ എത്തുക എന്നുള്ളതല്ല, ആ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ അത്യാവശ്യം അതിൽ പരിശ്രമം നടത്തേണ്ടി വരും. അതിൽ നല്ല എന്താ പറയുക ആത്മാർത്ഥത കാണിക്കേണ്ടി വരും. കാരണം നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുമ്പോൾ തന്നെയാണ് കൊണ്ടുനടക്കാൻ പറ്റില്ല. എന്നാലും ഇനിയും ഒരുപാട് കാലം എന്നും ഈ ഒരു കരാട്ട ഫീൽഡിൽ നിൽക്കട്ടെ എന്നതാണ് എൻ്റെയും ആഗ്രഹം. നമുക്ക് മരണം വരെ ഇതിൽ തന്നെ നിന്നാൽ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ
നല്ല ക്ലാസ് കൊടുക്കുന്നു, നല്ല ട്രെയിനിങ് കൊടുക്കുന്നു, എല്ലാം നല്ല കോച്ചസാണ്. അപ്പോൾ മറ്റൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട്, ഇതെൻ്റെ ഡിയറസ്റ്റ് സ്റ്റുഡൻ്റാണ് അയാൻ ഫൈസൽ. ആൾ ഒരുവിധം ടൂർണമെൻറ്റുകളിലൊക്കെ പോയിട്ട് ഇൻ്റർനാഷണൽ 3 ടൂർണമെൻറ്റിന് പോയി, 3 ഫസ്റ്റ് ഗോൾഡ് മെഡൽ അടിച്ചു. അപ്പോൾ എൻ്റെ ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് ഡാനാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം സെക്കൻഡ് ഹാൻഡ് എക്സാമിനേഷൻ കഴിക്കാൻ പോകുന്നതാണ്. ഓക്കെ, ആസ്ക്. I've been training karate for 6 years in the Red Belt and Black Belt Club, and it's been a great experience for me. It's very good training here. Yes, thank you. ഇത് എൻ്റെ ക്ലോസ് പാരൻസ് ആണ്. ഓൾമോസ്റ്റ് മോർ ദാൻ 2 years ആയിട്ട് ഇവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നെക്കുറിച്ചും നമ്മുടെ ക്ലബിനെ കുറിച്ചിട്ടും നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടും എന്തൊക്കെയാണോ ചോദിക്കുള്ളത് അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എത്രയായി പ്രാക്ടീസ് ചെയ്യുന്നത്? 1 വർഷത്തോളം. 1 വർഷത്തോളം. എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എങ്ങനെയുണ്ട്? ഉഷാറാണോ? നല്ല ക്ലാസ്സിലാണ്, ഉഷാറായിട്ടുള്ള ക്ലാസ്. ജിപ്സ എങ്ങനെയുണ്ട് ക്ലാസ്? മോർ ദാൻ 2 years ആയി പഠിക്കുന്നു. മോർ ദാൻ 2 years. മിലൻ ഇവിടെ നെക്സ്റ്റ് വർഷം ബ്ലാക്ക് ബെൽറ്റ് എക്സാമിനേഷൻ കഴിക്കാൻ പോകും. ഇപ്പോൾ ബ്രൗൺ ബെൽറ്റ് ആണ്. ബ്രൗൺ ബെൽറ്റ്. നല്ല ക്ലാസ്സാണ്, അവന് ഇഷ്ടമാണ്, കോച്ചസിന് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഗഫൂർ കോച്ച്. എത്ര വർഷം ഇവിടെ? 2 വർഷം കഴിഞ്ഞു. 2 വർഷം പ്രാക്ടീസ് ചെയ്യുന്നു. നല്ല ക്ലാസ്സാണ്, നല്ലപോലെ ബ്ലാക്ക് ബെൽറ്റ് എക്സാമിനേഷൻ ഇരിക്കാൻ പോകുന്നു. ജനുവരിയിൽ ബ്ലാക്ക് ബെൽറ്റ് എക്സാം. How long you joined here? It's been 3 months. 3 months. Yeah. So how the class is going on? I feel it's very good and he learned a lot. Okay, that's Within fine. He's 3 improving. months, yeah, he's improving. Yeah, it's very nice. Yeah. MashaAllah, this is also one of my parents. كم شهر في الدرب هنا؟ 2 months. 2 months. ما شاء الله. كيف التدريب؟ لا تدريب جيد. زين. صار يعرف حركات جديدة وتدريب كثير ممتاز يعني. ما شاء الله. Thank you. Thank you very Thank much. you. Thank you. Hi, myself Dua Suhail. My son, he is here. It's been 7 years. Mohammed Fuzail, he's a black belt first dan, and it's been 7 years. I'm here in this club and very happy with the club, with the coaches, and with the performance and outcomes. I highly recommend this club. The coaches are very supportive, very good with the kids, like a family, especially the Abdul Ghafoor with us, Coach Abdul Ghafoor, and the red belt and the black belt US Academy. I highly recommend for all the parents. This is one of the best club you will find in Umm Al Quwain. One of the best club you will ever get for your kids. My name is Milan. I'm in brown belt. I'm proud for my trainers. I'm happy for studying here. And next year you are the black belt. Correct? Yeah. Yes. Next year is the black belt. എൻ്റെ പേര് ജുവൽ. ഞാൻ ഇവിടെ 3 വർഷമായിട്ട് പഠിക്കുന്നു. ഞാൻ ഇനി നെക്സ്റ്റ് മന്ത് ബ്ലാക്ക് ബെൽറ്റ് എക്സാമിന് പോവാം. പിന്നെ എൻ്റെ കോച്ചെല്ലാം സപ്പോർട്ടീവ്, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ എല്ലാം. ബ്ലാക്ക് ബെൽറ്റ് അക്കാഡമി ആൻഡ് റെഡ് ബെൽറ്റ് അക്കാഡമി. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഉസ് ഗഫൂർ എന്ന ആ ഒരു പേരിലുണ്ടായ ഈ ഒരു ക്ലബ്ബ്, ഇവിടുത്തെ ഒരു വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വ്ളോഗിലൂടെ പരിചയപ്പെടുത്തിയത്. ഒരുപാട് ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു അവിടുത്തെ കുട്ടികളൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്താണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. റൌഫിനെ അറിയില്ല, റൌഫ് സമകാലികമായ എല്ലാ കാര്യങ്ങളും വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. അത് ഇങ്ങനെ ഒരു കരാട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സർട്ടൻ ഒരു വിഷയത്തെ മാത്രമല്ല എല്ലാ വിഷയത്തിലും പോകാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. ഞാൻ കുറേ ദിവസത്തിന് ശേഷം വിളിച്ചിട്ട് ഒന്ന് വന്നതാണ്. നല്ല തിരക്കുള്ള ആളാണ്. എന്താണ് കുട്ടികൾക്കുള്ള ഒരു മെസ്സേജ്? എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഒരു മാർഷൽ ആർട്സ്, അത് കരാട്ടെ തന്നെ വേണമെന്നില്ല, കരാട്ടെ ആയിക്കോട്ടെ, കളരി ആയിക്കോട്ടെ, ജൂഡോ, ടൈക്കോണ്ടോ, കുംഫു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാർഷൽ ആർട്സിൽ എപ്പോഴും കുട്ടികളെ പറഞ്ഞയക്കണം. കാരണം എക്സ്പെഷ്യലി നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കായിക്കോട്ടെ ആൺകുട്ടികൾക്കായിക്കോട്ടെ അവർക്കൊന്ന് സെൽഫ് ഡിഫെൻസ്, അതല്ലെങ്കിൽ അവർക്കൊന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ഡ്രഗ്സ് പോലത്തെ പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങൾക്കും അതെ. ഇപ്പോൾ നമ്മളെ ഈ മാർഷൽ ആർട്സ് സംബന്ധമായ കുട്ടികൾക്കൊന്നും ഇത് അബ്സല്യൂട്ട്ലി ഒരിക്കലും കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം അവർ ഡ്രഗ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റിലേക്ക് പോകാൻ കഴിയില്ല, പോകാൻ പാടില്ല. അതാണ് ഈ മാർഷൽ ആർട്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു മാർഷൽ ആർട്സും കൂടി പഠനത്തിൻ്റെ കൂടെ കൊണ്ടുനടക്കുകയാണെങ്കിൽ അവർ അത്രയും കാര്യങ്ങളിൽ നിന്ന് റിക്കവർ ആവും. അപ്പോൾ ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ.
അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.